ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ നാളെയോ മറ്റന്നാളോ കടലിടുക്ക് തുറക്കുമെന്നാണ് സൂചന. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. പ്രജിത്ത് മോഹനൻ ചേർന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, കഴിഞ്ഞ കുറച്ച് നാളുകളായി നിന്ന ഒരു അശാന്തി, അതിന് പിന്നാലെയാണ് ഇപ്പോൾ താൽക്കാലികമെങ്കിലും ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ തീരുമാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രണ്ടാഴ്ച നീളുന്ന വെടിനിർത്തലിലാണ് ഇപ്പോൾ പ്രഖ്യാപനമായിരിക്കുന്നത്. ഈ വെടിനിർത്തൽ നടക്കുമ്പോൾ തന്നെ അമേരിക്കയും ഇറാനുമായിട്ടുള്ള ചർച്ചകളും പുരോഗമിക്കും. ഈ ചർച്ചകൾക്ക് മുന്നോടിയായി നാളെയോ മറ്റന്നാളോ ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാൻ തയ്യാറാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിവരം. എന്തായാലും ഇത്തരമൊരു ചർച്ചയ്ക്ക്, ഒരു വെടിനിർത്തൽ, ശാശ്വതമായ ഒരു വെടിനിർത്തൽ കരാറിലേക്കോ ചർച്ചയിലേക്കോ പോകുന്നതിന് മുൻപ് തന്നെ അത്തരമൊരു നടപടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് ഇറാന്റെ ഉന്നതരായ ചില ഉദ്യോഗസ്ഥർ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സൂചനകളായി പുറത്തു വരുന്നത്. അതേസമയം തന്നെ ഇത് സംബന്ധിച്ച ചില ആശങ്കകളും മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങൾക്കെതിരെയും ഇന്നും ആക്രമണം ഉണ്ടായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്ന IRGCയുടെ പ്രതികരണവും വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ വെടിനിർത്തൽ താൽക്കാലികമായി നിലവിൽ വന്നു എങ്കിലും ഇറാനിലേക്കുള്ള ആക്രമണങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയതായി വരുന്നത്, ഇറാനിൽ ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അവിടുത്തെ ഒരു ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില അലർട്ടുകൾ ടെഹ്റാനിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതും ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് വായിക്കുമ്പോൾ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഒപ്പം നേരത്തെ ഈ വെടിനിർത്തൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നതിനെ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷനൊക്കെ സ്വാഗതം ചെയ്തിരുന്നതാണ്. പക്ഷേ GCC രാജ്യങ്ങളിൽ ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നത്, ഈ കപ്പലുകൾ കടത്തിവിടുമെന്നുള്ള ഇറാന്റെ വാഗ്ദാനമുണ്ട് എങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ടോൾ ഈടാക്കുന്നത് പോലെയുള്ള നടപടികളിലേക്ക് ഇറാൻ കടക്കുമോ, അതോ പൂർണ്ണമായും ഈ ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതുമൊക്കെയാണ്. എന്തായാലും ട്രംപ് ഏറ്റവും പുതിയതായി ചില പരാമർശങ്ങളും ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏത് തരത്തിലുള്ള ഡീലുകളാണ് അല്ലെങ്കിൽ ചർച്ചകളാണ് ഇറാനുമായി നടക്കുന്നത് എന്നുള്ളത് പുറം ലോകത്തെ അറിയിക്കില്ല. എല്ലാ ചർച്ചകളും അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിലായിരിക്കും നടക്കുന്നത്. അത് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ മാത്രമായിരിക്കും ഈ ചർച്ചകൾ പുരോഗമിക്കുക എന്നുള്ളതും ട്രംപ് അറിയിക്കുന്നുണ്ട്. സ്വാഭാവികമായും ട്രംപിൻ്റെ മുൻ നിലപാടുകളും അതാണ്. ആ ആവശ്യങ്ങളോട് ഇറാൻ എത്രത്തോളം വഴങ്ങുമെന്നുള്ളതെല്ലാം ഈ ശാശ്വതമായ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ അതെല്ലാം വളരെ നിർണായകമാണ്. എന്തായാലും ഈ മണിക്കൂറുകളിലും പലയിടങ്ങളിലും നടക്കുന്ന ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ഇറാഖിലെ അമേരിക്കൻ വംശജർക്ക് നേർക്ക് അല്പസമയം മുൻപുണ്ടായിട്ടുള്ള ഒരു ആക്രമണമുണ്ട്. അതിനുശേഷം അമേരിക്കൻ പൗരന്മാർ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം അവിടുത്തെ ഇറാഖിലെ അമേരിക്കൻ എംബസി നൽകിയിട്ടുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന പ്രോക്സി വാറുകളുമായി ബന്ധപ്പെട്ട്, ഇറാൻ നടത്തുന്ന പ്രോക്സി വാറുകളുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും തുടരുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. അങ്ങനെ ആശങ്കകൾ പലവിധമായി നിലനിൽക്കുന്നു. പക്ഷേ ഒരു വെടിനിർത്തൽ താൽക്കാലികമായി ഉണ്ടായതിൻ്റെ ആശ്വാസത്തിലുമാണ് ലോകം ഇപ്പോഴുള്ളത്. അമൽ, യെസ്, വ്യക്തമാണ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാളെയോ മറ്റന്നാളോ കടലിടുക്ക് തുറക്കുമെന്നാണ് സൂചന. പ്രജിത്ത് മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.